ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണമെന്ന് CPIM മാർഗരേഖ. അടിസ്ഥാന വിഭാഗങ്ങൾക്കായുള്ള വികസന പദ്ധതികൾ മുടങ്ങരുത്. സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. സംഘടനാ പ്രവർത്തനത്തിന് നല്ല കേഡർമാരെ കിട്ടാനില്ലെന്നും CPI മാർഗരേഖയിൽ പറയുന്നു. BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് CPIM സംസ്ഥാന സമിതിയുടെ മാർഗരേഖയെ ചൂണ്ടിക്കാട്ടുന്നു. ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളത് മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായിരുന്നു. ഒപ്പം കേഡർ സംവിധാനം ഏത് രീതിയിലാണ് ഇപ്പോൾ വീഴ്ച പറ്റിയിരിക്കുന്നത് കേഡർ സംവിധാനത്തിൽ എന്നാണ് CPM വിലയിരുത്തുന്നത്. ഈ മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിനിത, സർക്കാരിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടണമെന്നാണ് CPM സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച മാർഗരേഖ ആവശ്യപ്പെടുന്നത്. സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, ലൈവ് ഭവന പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കണം, പരാതികൾ കേൾക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മാർഗരേഖ ആവശ്യപ്പെടുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണമെന്നതാണ് മാർഗരേഖ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആവശ്യം. അടിസ്ഥാന വിഭാഗങ്ങൾക്കായുള്ള വികസന പദ്ധതികൾ മുടങ്ങാൻ പാടില്ല, പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകണം, സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും മാർഗരേഖ പറയുന്നു. സംഘടനാ കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്കുള്ള നിർദ്ദേശങ്ങൾ ഈ മാർഗരേഖയുണ്ട്. പാർട്ടിയുടെ താഴെത്തട്ടിൽ നിരവധി പരാതികൾ നിൽക്കുന്നുണ്ട്. പരാതിക്ക് അതീതമായി പ്രവർത്തിക്കാൻ ഓരോ പാർട്ടി ഘടകത്തിനും കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ രേഖ ആവശ്യപ്പെടുന്നത്. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം സംബന്ധിച്ച പരാതികൾ അതിവേഗം പരിഹരിക്കണം, ആക്ഷേപങ്ങൾക്ക് അതീതമായ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കണമെന്നാണ് മാർഗരേഖ ആവശ്യപ്പെടുന്നത്. സമൂഹത്തിലെ ഹൈന്ദവൽക്കരണം ഗുരുതരമായ സ്ഥിതിയിലാണ് മുന്നോട്ട് വരുന്നത്. പോരായ്മകൾ വരുത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഈ ഭീഷണി മറികടക്കാനാവണമെന്നും മാർഗരേഖ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത് കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് ഇന്ന് സംസ്ഥാന സമിതി മാർഗരേഖ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്മേൽ ചർച്ച തുടരുകയാണ്. നാളെ ഉച്ചയോടുകൂടി ചർച്ച പൂർത്തിയാക്കി മറുപടി പറയും. ശരി, ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.